പ്രിയപ്പെട്ട കുട്ടികളെ, പ്രതിഭ ക്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 LP വിഭാഗത്തിൽ ചോദിച്ച ഉപജില്ലാ തലത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. LP വിഭാഗത്തിൽ ചോദിച്ച ചോദ്യമാണെന്ന് കരുതി മറ്റ് വിഭാഗക്കാർ നോക്കാതിരിക്കരുത്. CHുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ മെറ്റീരിയൽസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും കുട്ടികൾ നോക്കിയിരിക്കുക. അത് HS ആണെങ്കിലും UP ആണെങ്കിലും LP ആണെങ്കിലും എല്ലാ വിഭാഗക്കാർക്കും ഉപയോഗപ്രദമായിരിക്കും. അതുകൊണ്ട് എല്ലാ വീഡിയോസും കാണുക. ഇതിനുവേണ്ടി പ്രത്യേകം പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും പ്ലേലിസ്റ്റ് കൂടി പ്രയോജനപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ദേശീയ പതാകയിലെ അശോക ചക്രം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം നീതി. മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഏത് രാജ്യത്തിൻ്റെയാണ്? ഉത്തരം ശ്രീലങ്ക. കൂട്ടത്തിൽ പെടാത്ത രോഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ടെറ്റനസ്, മീസിൽസ്, റുബെല്ലയോള, അഞ്ചാം പനി. ഉത്തരം ടെറ്റനസ്. അടുത്ത ചോദ്യം, തുടർച്ചയായ 3 സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യയാണ് എങ്കിൽ അതിൽ ആദ്യ സംഖ്യ എത്ര? തുടർച്ചയായ 3 സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യയാണ് എങ്കിൽ അതിൽ ആദ്യ സംഖ്യ എത്രയാണ്? ആദ്യ സംഖ്യ ഇരട്ട സംഖ്യയായിരിക്കും. CH മുഹമ്മദ് കോയ പത്രാധിപരായിരുന്ന ദിനപത്രം, ചീഫ് എഡിറ്റർ അല്ലെങ്കിൽ CH മുഹമ്മദ് കോയ പത്രാധിപരായിരുന്ന പത്രം ഏതാണ്? ഉത്തരം ചന്ദ്രിക. അടുത്ത ചോദ്യം, നമ്മുടെ നാട്ടിൽ നിലവിൽ ഉപയോഗത്തിൽ ഇല്ലാത്ത കറൻസി ഏത്? നമ്മുടെ നാട്ടിൽ നിലവിൽ ഉപയോഗത്തിൽ ഇല്ലാത്ത കറൻസി ഏതാണ്? ഉത്തരം 1000. അടുത്ത ചോദ്യം, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അദ്ദേഹം ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണെന്ന് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതാണ്? കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതാണ്? ഉത്തരം ക്ലിഫ് ഹൗസ്. ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്? ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്? 14 വയസ്സ്. അടുത്ത ചോദ്യം, ആടുജീവിതം എന്ന ബ്ലസ്സി ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര്? ആടുജീവിതം എന്ന ബ്ലസ്സി ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം നജീബ്. നിള നദിയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചതാര്? നിള നദിയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം, കോവിഡ് കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിക്ടേഴ്സ് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്ന ഓൺലൈൻ ക്ലാസുകൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കോവിഡ് കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിക്ടേഴ്സ് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്ന ഓൺലൈൻ ക്ലാസുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫസ്റ്റ് ബെൽ. ലോക കായിക മേളയാണ് ഒളിമ്പിക്സ്. എന്നാൽ ശാരീരിക പരിമിതിയുള്ളവരുടെ ലോക കായിക മേള ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശാരീരിക പരിമിതിയുള്ളവരുടെ കായികമേള അറിയപ്പെടുന്ന പേര് ഏതാണ്? ഉത്തരം പാരാലിമ്പിക്സ്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന വള്ളംകളി ഏതാണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന വള്ളംകളി ഏതാണ്? ഉത്തരം നെഹ്റു ട്രോഫി വള്ളംകളി. മലബാറിലെ ജില്ലകളിലെല്ലാം തീവണ്ടി മാർഗം സഞ്ചരിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് പോകാൻ കഴിയാത്ത ജില്ല ഏതാണ്? മലബാറിലെ ജില്ലകളിലെല്ലാം തീവണ്ടി മാർഗം സഞ്ചരിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് പോകാൻ സാധിക്കാത്ത ജില്ല ഏതാണ്? ഉത്തരം വയനാട്. അടുത്തത്, ഏതാണ് ഈ ജീവി? ചിത്രത്തിൽ തന്നിരിക്കുന്ന ജീവി ഏതാണ്? ഉത്തരം സീൽ മൃഗം. അടുത്ത ചോദ്യം, എന്തിൻ്റെ ലോഗോയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്? എന്തിൻ്റെ ലോഗോയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്? ഉത്തരം ശുചിത്വ മിഷൻ. 2 സംഖ്യകളുടെ തുക 10, വ്യത്യാസം 0 എങ്കിൽ അവയുടെ ഗുണനഫലം എത്രയാണ്? 2 സംഖ്യകളുടെ തുക 10,
വ്യത്യാസം 0 എങ്കിൽ ഗുണനഫലം എത്ര? ഉത്തരം 25. ഓസോൺ വാതകത്തിന്റെ നിറം എന്ത്? ഓസോൺ വാതകത്തിന്റെ നിറം എന്താണ്? ഉത്തരം നീല. ഫോർഗെറ്റ്, റിമെമ്പർ എങ്കിൽ അറൈവലിനോട് ചേരുന്ന പദം ഏത്? ഫോർഗെറ്റ്, റിമെമ്പർ ആണെങ്കിൽ അറൈവലിനോട് ചേരുന്ന പദം ഏത്? ഉത്തരം ഡിപ്പാർച്ചർ. ടൈ ബ്രേക്കിംഗ് ചോദ്യം. സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം സുകൃതം. കഥകളിയിൽ ശ്രീകൃഷ്ണൻ ഏത് വേഷത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്? കഥകളിയിൽ ശ്രീകൃഷ്ണൻ ഏത് വേഷത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്? ഉത്തരം പച്ചവേഷം. മാധ്യമങ്ങളിൽ ഇപ്പോൾ ദിവസവും കേൾക്കുന്ന പേരാണ് ഗാസ. ഏത് രാജ്യത്താണ് ഗാസ? ഉത്തരം പലസ്തീൻ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഏത് കൃതിയിലെ വരികളാണിവ? വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഏത് കൃതിയിലെ വരികളാണിവ? ഉത്തരം മാമ്പഴം. CH ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? CH ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? ഉത്തരം താനൂർ നിയോജക മണ്ഡലം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ക്വിസ് വീഡിയോയുമായി കാണാം. ടാറ്റ, ബൈ ബൈ, സി യു.